ഗായ്സ്, അങ്ങനെ ബിറ്റ്കോയിൻ അനിശ്ചിതകാല ബുൾറണിലേക്ക് നീങ്ങാണ്. ഇതിന് ഒരു കാരണം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂഡീസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി യുഎസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ്സ് വെട്ടിക്കുറച്ചു. AAA നിന്ന് AAA1 മാറ്റി. അപ്പോൾ ഇനി തൊട്ട് കൂടുതൽ റേറ്റ് ചോദിക്കും ട്രഷറി ബോണ്ട്സിൽ നിന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് യുഎസിന് ചിലവ് കുറവിന് ബോറോ ചെയ്യാം, ഇപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും ബോറോ ചെയ്യാൻ. മനസ്സിലായ? ഇതിന് കാരണം എന്തിട്ടാണ് മൂഡി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനും ഇല്ല. മീൻസ് ഫെഡറൽ ഡെപ്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഇല്ല. ഇൻട്രസ്റ്റ് റേറ്റ് ബലൂൺ ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2025 തന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം $1 ട്രില്യൺ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് ഡെപ്റ്റിന്റെ മുകളിൽ. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് അവർ കട്ട് ചെയ്തേക്കുന്നത്. മീൻസ് ഈ ഫെഡറൽ ഡെപ്റ്റ് റിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു പ്ലാനിങ്ങും മീൻസ് ഒരു പോളിസി ഡിസിഷനും കോൺഗ്രസിന് വന്നിട്ടില്ല കുറെ കാലമായിട്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ പ്രശ്നം മാത്രമല്ല, ഇതിന് മുമ്പത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ പ്രശ്നമാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് മൂഡി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി കട്ട് ചെയ്തത്. മനസ്സിലായ? പക്ഷെ അവർ നെഗറ്റീവ് സ്റ്റെബിലിറ്റിക്ക് മാറ്റി. ഇനി ഇപ്പോഴത്തൊന്നും കട്ടിങ് ഇല്ല എന്ന് പറയുന്നത് സ്കിലി. എന്തായാലും ഇൻവെസ്റ്റേഴ്സ് നോക്കി നിൽക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ലല്ലേ. നമ്മൾ വിശ്വസിക്കും, പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവും, ഒരു വില കുറയ്ക്കും. അപ്പൊ എവിടേക്കാണ് ഇനി വിശ്വാസം പോവുക? ഗവൺമെന്റിൽ വിശ്വാസം കുറഞ്ഞ എവിടേക്ക് പോകും? നമ്മുടെ ബിറ്റ്കോയിനിലേക്ക്. ബിറ്റ്കോയിൻ ആൾക്കാർ വാങ്ങും. മനസ്സിലായ? ബിറ്റ്കോയിൻ വാങ്ങാൻ പല കാരണങ്ങളുണ്ട്. മീൻസ് ക്രൈസിസിലാണെങ്കിൽ വാങ്ങും എന്നാണ് പറയുന്നത്. ഇപ്പൊ നല്ലൊരു നെറേറ്റീവ് വരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ ഡെപ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി ബിറ്റ്കോയിനിലെ ആൾക്കാർ കൂടുതൽ കാശിടാൻ തുടങ്ങും സേഫ് ഹേവനായിട്ട്. പിന്നെ നമ്മളുടെ ചൈന US താരിഫ് ടെൻഷൻ ഉണ്ടായിരുന്നു, അതിപ്പോ കുറഞ്ഞു. അത് താരിഫുകളൊക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കുകയാണ്. അവരുടെ വലിയ വലിയ താരിഫുകൾ ഉണ്ടല്ലോ, മീൻസ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പോസ് ചെയ്ത് അതൊക്കെ സസ്പെൻഡ് ചെയ്യണം. അപ്പൊ വീണ്ടും ഒരു ബൂണ് ബിറ്റ്കോയിൻ. മനസ്സിലായി? അപ്പൊ ഒരു നല്ല വെതറാണ് ഇപ്പൊ കാണുന്നത് ബിറ്റ്കോയിന് വേണ്ടിയിട്ട്. അത് കാരണമൊക്കെയാണ് ബിറ്റ്കോയിൻ 105Kയിലേക്കും 107Kയിലേക്കും 110Kയിലേക്ക് എത്തി. ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു നല്ല ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്. അത് ഫെഡറൽ റിസർവ് എന്നാണ് വരുന്നത്. ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബോറോയിങ് ചീപ്പാവും. മനസ്സിലായ? ബോറോയിങ് ചീപ്പാവും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂഡീസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു യുഎസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ്സ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾക്കൊക്കെ ഇല്ലേ, ബാങ്കുകൾക്ക് വല്ല പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവരുടെ കയ്യിലിരിക്കുന്ന ബോണ്ടൊക്കെ ഇല്ലേ എടുത്ത് വിൽക്കും വില കുറവിന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ ഈൽഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിലവിലുള്ള ബോണ്ട് ഉണ്ട്, അവർ വാങ്ങിയ വില മീൻസ് അവർ വാങ്ങിയ ചിലപ്പോൾ ഒരു 3% ഈൽഡിനായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റിനായിരിക്കും. $1000 വെക്കി ഒരു ബോണ്ട് വാങ്ങിയെന്ന് വെക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 4% ആയി കഴിഞ്ഞ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്നതിന് $1000, പക്ഷെ 3% ഈൽഡ് കിട്ടുന്നത്. പക്ഷെ പുതിയതിന് 4% ഈൽഡ് കിട്ടുന്നത്. പക്ഷെ $950 കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായി? ആ ബോണ്ടിന്. അപ്പൊ അവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് $950 ബോണ്ട് മാർക്കറ്റിൽ. മനസ്സിലായ? അപ്പൊ ഒരു നഷ്ടക്കച്ചവടം ആവാൻ ചാൻസ് ഉണ്ട്. ഇനി വല്ല എമർജൻസിയോ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് പുതിയ ബോണ്ടില്ലേ ആൾക്കാർ വാങ്ങുന്നത് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിനാണ്. ബേസിക്കലി ഹയർ ഈൽഡ് പ്രതീക്ഷിച്ചിട്ടാണ് വാങ്ങുന്നത്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 3% ഈൽഡിന്റെ ബോണ്ടാണ് കിട്ടുന്നത്. മനസ്സിലായേ? അപ്പൊ അവർക്ക് പെട്ടെന്ന് ലിക്വിഡിറ്റി ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വിൽക്കുകയാണെങ്കിൽ അവർക്ക് $1000 വിൽക്കാൻ പറ്റില്ല. ഇത് $950 വിൽക്കേണ്ടി വരും വില കുറച്ചിട്ട്. മനസ്സിലായ? ബിൽഡ് ചെയ്യാം. $950 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $950 4% ഈൽഡിന് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് 950 പറഞ്ഞാലാണ് ആൾക്കാർ എടുക്കുള്ളൂ ആ ബോണ്ട്. മനസ്സിലായ? അപ്പൊ 4% തുല്യമായിട്ടില്ലേ. അപ്പൊ ഡിമാൻഡ് ചെയ്യേണ്ടി വരും, നല്ല ചീപ്പായിട്ട് കൊടുക്കേണ്ടി വരും മാർക്കറ്റിൽ. പക്ഷെ ഇത് ഒരു പ്രത്യേക റിലേഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണ്ട് പ്രൈസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈൽഡിന്റെ റേറ്റ് കുറവായിരിക്കും. ഈൽഡിന്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ ബോണ്ട് പ്രൈസിന്റെ വില കുറയും. മനസ്സിലായ? അപ്പൊ അവർക്ക് വല്ല ലിക്വിഡിറ്റിയോ ഇപ്പൊ ഡെപ്പോസിറ്റേഴ്സിനൊക്കെ കാശ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ അവർ ഇത് വിൽക്കേണ്ടി വരും. എന്നിട്ട് മറച്ചെടുക്കാനും പറ്റിയെന്ന് വരില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോറോയിങ് പവർ ഇല്ല. ഈ ബോറോ ചെയ്യുകയാണെങ്കിൽ അവർ വലിയ ഇൻട്രസ്റ്റ് റേറ്റിനില്ല, അവര് ബോറോ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക്
അവർ ഇഷ്യൂ ആണെന്ന് വെക്കും ബോണ്ട്. അവരുടെ ഇപ്പോൾ ബാങ്കിന് ഇഷ്യൂ എന്ന് വെച്ചിട്ട് ബോണ്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താലല്ലേ അവർക്ക് ആ ലിക്വിഡിറ്റി കിട്ടുള്ളൂ, മീൻസ് കാശ് കിട്ടുള്ളൂ. മീൻസ് ആ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ മാത്രമല്ല അവർക്ക് ആ ബോണ്ട് കിട്ടില്ല. അവർ ഇൻവെസ്റ്റേഴ്സൊക്കെ ഡിമാൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഈ ട്രഷറി ഈൽഡ് റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാങ്കിനും കൺസ്യൂമേഴ്സിനും ബാധകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും ബാങ്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലിക്വിഡിറ്റി ഇഷ്യൂ സോൾവ് ചെയ്യാൻ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഇല്ലാത്ത കാരണം അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അത് കവറപ്പ് ചെയ്യാൻ കോസ്റ്റ് പ്രോഫിറ്റ്സ് ഒക്കെ കോസ്റ്റും ഓപ്പറേഷണൽ കോസ്റ്റ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും അതിനനുസരിച്ച്. അപ്പോൾ ആ ബേർഡൻ കൺസ്യൂമേഴ്സിൻ്റെ മുകളിലും വരും ക്രെഡിറ്റ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം പ്രശ്നമൊന്നുമില്ലെങ്കിൽ മെച്യൂരിറ്റി വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ $1000 കിട്ടും, അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും കിട്ടും. അതന്നെ. പക്ഷേ അങ്ങനെയല്ല ബാങ്ക് വർക്ക് ചെയ്യുക. ബാങ്ക് ഓപ്പൺ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രഷറി ബോണ്ട് പെട്ടെന്ന് ലിക്വിഡ് ആക്കാൻ പറ്റും. അതൊക്കെ കാരണം കൊണ്ടാണ്. മീൻസ് ക്യാഷ് ആക്കാൻ പറ്റും. മനസ്സിലായി? പിന്നെ റിസ്ക് ഫ്രീ ആണ്. പിന്നെ സ്റ്റേബിളായിട്ട് ഇൻട്രസ്റ്റും കിട്ടും. അതൊക്കെ കാരണം ബാങ്ക് എടുത്തിരിക്കുന്നത്. മനസ്സിലായ? ഇത് മെച്യൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ $1000 കിട്ടും. ഇപ്പോൾ $1000 ബോണ്ട് വാല്യൂ. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 3% ഇൻട്രസ്റ്റ് റേറ്റും കിട്ടും പെർ ആനം. മനസ്സിലായ? അല്ലെങ്കിൽ ഫോർ 4 months ഇത്രയും കാലാവധി അനുസരിച്ചിരിക്കും. മനസ്സിലായ? അപ്പോൾ ഇത് മറക്കാൻ എളുപ്പമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ലിക്വിഡ് ആസറ്റ് ആയ കാരണം അത്. മനസ്സിലായോ? പക്ഷെ ഇതിൻ്റെ റേറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ലിക്വിഡിറ്റി ഇഷ്യൂസ് വരാണെങ്കിൽ ലിക്വിഡ് ആക്കിയാലും ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് വിറ്റിട്ട് മീൻസ് ഇത് പെട്ടെന്ന് വിറ്റിട്ട് ആ കവർ ചെയ്താലും ശരി, പിന്നെ ബോറോ ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരെ കൂടിയിട്ടല്ല ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവർ നഷ്ടത്തിലാണ് വിൽക്കണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇതിന് ഡിമാൻഡ് കുറവാണ് ബോണ്ടിന്, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ബാങ്കുകൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും ബോറോസിന്. അപ്പോൾ മോർഗേജ് ലോണിനൊക്കെ വില കൂടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഫെഡറൽ റിസർവ് മീൻസ് അവർ റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറോയിൻ്റെ കോസ്റ്റ് കുറയും ബേസിക്കലി. മനസ്സിലായോ? ബോറോയിൻ്റെ കോസ്റ്റ് കുറയും, ലോണിൻ്റെ കോസ്റ്റ് കുറയും. ആൾക്കാർ പെട്ടെന്ന് ബോറോ ചെയ്യും. എന്നിട്ട് അവരെന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. അവരെന്തൊക്കെ ചെയ്യും ബോറോ ചെയ്തിട്ട്. അപ്പോൾ അവർ ഹൈ റിസ്ക് ആസറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് അവർ ബോറോ ചെയ്തിട്ട് അവർ ഹൈ റിസ്ക് ആസറ്റ്സ് ലൈക്ക് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഹൈ റിസ്ക് ആസറ്റ്സിൽ പിന്നെ ബിറ്റ് കോയിൻ ആൾ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആൾ സീസൺ വരും. അങ്ങനെയൊക്കെ മീൻസ് ഫസ്റ്റ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ഡി വരും, പിന്നെ ആൾ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നമ്മുടെ ബിറ്റ് കോയിന് ഭയങ്കര ബുള്ളിഷ് സെന്റിമെന്റ്സ് ആണ്. മീൻസ് ക്രിപ്റ്റോ ആസ് എ ഹോൾ ബുള്ളിഷാണ്. മീൻസ് ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റി ജീവിതത്തിൽ കാണാൻ പറ്റാറ്. ലോകം തന്നെ മാറുന്നു പറയില്ലേ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ കാരണങ്ങളുണ്ട് ബിറ്റ് കോയിൻ കത്താൻ പോണത്. മാക്രോ ഫാക്ടേഴ്സ് ഒക്കെ അനുകൂലിക്കുകയാണ് ബിറ്റ് കോയിൻ ഇപ്പോൾ. മനസ്സിലായോ? പിന്നെ മാസ് അഡോപ്ഷൻ, പിന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോസും മീൻസ് ETF ഇൻഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. എത്ര ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ബില്യൺസ് ഒക്കെയാണ് ഇപ്പോൾ ഇൻഫ്ലോസ് വരുന്നത്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കണ്ടമാനം ഫണ്ട് ബിറ്റ് കോയിൻ ETFസിലേക്ക് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ അതൊരു ബൂണാണ് ഇപ്പോൾ. മനസ്സിലായോ? അത് ഈ മാക്രോ ഫാക്ടേഴ്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ കത്താനെ പോണ്. ഇപ്പോൾ 110K, 120, 150K. കാശിന്റെ മൂല്യം കുറയുന്നതൊക്കെ വേറെ കാര്യം, എന്തായാലും കുറയും. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ കാശ് ഉണ്ടാക്കാൻ നോക്കണം. നമുക്ക് മനസ്സിലായേ? റിട്ടയർ ചെയ്യുക, അതൊക്കെ നമ്മുടെ ചിന്ത. റിട്ടയർ ഫോർ ലൈഫ്, ROI, അതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് അത്ര മതി. മീൻസ് ബാക്കിയുള്ളതൊക്കെ വെറുതെ. നിങ്ങൾ ആലോചിക്കുക, പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി അനാർക്കോ ക്യാപിറ്റലിസമാണ് ഫ്യൂച്ചർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, പുറത്തൊക്കെ നോക്കിയത് ആരും ഉണ്ടാവില്ല ബേസിക്കലി. മീൻസ് ആരെങ്കിലൊക്കെ ഉണ്ടാവും വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും ഉണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും അവർ ഐസൊലേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ കാര്യം നടത്താം. നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാണ്ടിരിക്കുന്ന സ്ഥലത്ത്. മനസ്സിലായേ? അവിടെ മിണ്ടാണ്ടിരുന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാം. മീൻസ് പുതിയ കാലഘട്ടത്തിൽ ഭയങ്കര ഏലിയനേഷനും മീൻസ് വളരെ പിന്നോട്ട് വരികയാണ് വർഗങ്ങളാണ്. മീൻസ് മനുഷ്യന്മാരാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ അത്യാവശ്യം ഫണ്ടിങ് ഉണ്ടെങ്കിൽ, റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചില്ല് ചെയ്ത് ജീവിക്കാം മരണം വരാൻ. മനസ്സിലായില്ല? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സേഫ് സൈഡാണ്
നമ്മൾ അവസാന കാലഘട്ടത്തിലാണ് ബിറ്റ്കോയിൻ്റെ മീൻസ് ബിറ്റ്കോയിൻ ഏറ്റവും വലിയ സാച്ചുറേഷൻ പോയിന്റിലേക്ക് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്ന പോയിന്റ്. അത് കഴിഞ്ഞാൽ ആൾസീസിന് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ നോക്കിക്കോ എല്ലാവരും കത്തും. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറക്റ്റ് ടൈം നമ്മൾ മീൻസ് റിട്ടയർമെൻറ്റ് ഫണ്ട് അത്യാവശ്യം അധികം കാശ് പിന്നെ നമ്മൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സമാധാനം, സന്തോഷം, ഇത്രേ ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞാൽ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.